दीपज्योति नमोस्तुते। दिव्या दिव्या रे दीपत्कार, कानी कुंडल मोतीहार, दिव्याला पाहून नमस्कार, तिळाचे तेल कापसाची वार, दिवा देवे देवापाशी, उजेड पडे विष्णू पाशी, माझा नमस्कार सर्व देव देवतांपाशी। ये ग लक्ष्मी बैस बाजे, माझं घर तुला साजे, घरातली इडापिडा बाहेर जाऊ दे, बाहेरची लक्ष्मी घरात येऊ दे, घरच्या सर्वांना उदंड आयुष्य सुख समाधान शांती लाभू दे। ഏത് പരിപാടി നടത്തുമ്പോഴും ആദ്യം തന്നെ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട്, ഏത് ദൈവമായാലും അത് അവരവരുടെ വിശ്വാസമാണ്, അപ്പം ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടാണ് അത് തിരികൊളുത്തി ഇനി ഒരു സ്തുതി പ്രാർത്ഥനയോടുകൂടി നമുക്ക് അടുത്ത പരിപാടി ആരംഭിക്കാം. സ്വാഗതം ചെയ്യുന്ന ചടങ്ങാണ്. അതിനായി നമ്മുടെ പ്രിയങ്കരനായ അഹമ്മദാബാദ് കേരള സമാജം സെൻട്രൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമാൻ ഗിരീശൻ സാറിന് പൂച്ചെണ്ട് നൽകി സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ വാർഡിൻ്റെ സെക്രട്ടറി ശശി അവരുടെ ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ ബെന്നി വർഗീസ് സാറിനെ പൂച്ചെണ്ട് നൽകി സ്വീകരിക്കുന്നതിനായി ശ്രീ സുരേഷിനെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ അഹമ്മദാബാദ് കേരള സമാജം സെൻട്രൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും നമ്മുടെ വാർഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു നമ്മൾക്കെല്ലാം ഇൻസ്പിറേഷൻ തരുന്ന ഒരു ലീഡറും കൂടെയാണ് ഹരികൃഷ്ണൻ സാർ. ഹരികൃഷ്ണൻ പിള്ളൈ സാറിനെ പൂച്ചെണ്ട് നൽകി സ്വാഗതം ചെയ്തതിനായി രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ ഡോക്ടർ KM രാമചന്ദ്രൻ സാർ, അദ്ദേഹം ഫെഡറേഷൻ ഓഫ് ഗുജറാത്ത് മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നേ ദിവസം അദ്ദേഹം കൂടി എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തെ പൂച്ചെണ്ട് നൽകി സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ വാർഡ് പ്രസിഡന്റ് ശ്രീ ശശി നായർ അവരുടെ ക്ഷണിക്കുന്നു. നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന അലക്സ് ലുക്കോ സാറിനെ പൂച്ചെണ്ട് നൽകി സ്വാഗതം ചെയ്യുന്നതിനായി മലയാളം മിഷൻ ടീച്ചർ പത്മിനി മേഡത്തിനെ ക്ഷണിക്കുന്നു.
ജോഷി സർ, സൂപ്രണ്ടന്റ്, അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റൽ. വെൽക്കം സർ. താങ്ക് യു. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ ശ്രീ മധുസൂദനൻ വാർഡ് പ്രസിഡന്റിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ. വളരെ ആളുകൾക്ക്, ചിലപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കാം, എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 5-നാണല്ലോ ഓണം, എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 21-ന് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്? അഹമ്മദാബാദിലെ മലയാളികളുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഈ മാസം മുഴുവൻ ഒക്ടോബർ 15 വരെ ഓണം ആഘോഷിക്കുന്നുണ്ട്. ഇന്നേ ദിവസം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഗിരീശൻ സാർ, നമ്മുടെ പ്രസിഡന്റ് ഗിരീശൻ സാറിനെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ ബെന്നി വർഗീസ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെയും നിർണയനഗർ വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന രാമചന്ദ്രൻ സാർ, അദ്ദേഹം ഫെഗ്മയുടെ പ്രസിഡന്റാണ്, അദ്ദേഹത്തിനെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായ ശ്രീ ഹരികൃഷ്ണൻ പിള്ളൈ സാർ, അദ്ദേഹത്തിനെയും ഔപചാരികമായി ഈ പരിപാടിയിലേക്ക് നിർണയനഗർ വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയിൽ നമ്മുടെ എത്തിച്ചേർന്ന അലക്സ് ലൂക്കോ സാർ, അദ്ദേഹത്തിനെയും ഔപചാരികമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന രാജേഷ് ജോഷി സർ, ഡോക്ടർ രാജേഷ് ജോഷിയെ സിവിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടന്റാണ്, അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യുന്നു. സർ, മോസ്റ്റ് വെൽക്കം ടു ദിസ് ഓണം പ്രോഗ്രാം. അതുപോലെ തന്നെ നമ്മുടെ മലയാളം മിഷൻ ഗുജറാത്ത് ചാപ്റ്റർ ചെയർമാൻ മോഹൻദാസ് സാറിനെയും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ്. എന്നോട് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ ബാൻ ചെയ്തിട്ടുണ്ട്, കൂടുതൽ സംസാരിക്കാൻ പാടില്ല, പ്രസിഡന്റ് അല്ല ആരായാലും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഭാഷണഭാഗി പ്രസംഗമൊന്നും ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. എങ്കിൽ കൂടി ഓണാഘോഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ഒരു ചൊല്ലുണ്ട്. അപ്പൊ കാണം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഈ കാണത്തിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാണം എന്ന വാക്കിന് മലയാളത്തിൽ ഒന്നിലധികം അർത്ഥമുണ്ട്. അപ്പൊ കാണം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോയാൽ 10 മിനിറ്റ് അതിനെടുക്കും. അപ്പൊ എന്റെ കമ്മിറ്റിക്കാർ പ്രസിഡന്റ് ഓട്ടിക്ക് വിടുന്നു. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് നഷ്ടം സഹിച്ചു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലായ ഓണം ആഘോഷിക്കാറുണ്ട്, ആഘോഷിച്ചു വരുന്നുണ്ട്. ഇത് പരമ്പരയായിട്ട് നമ്മൾ ചെയ്തു വരുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്കും നമ്മുടെ നല്ലതായ കൾച്ചർ നമ്മൾക്ക് കൈമാറി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ സെൻട്രൽ കമ്മിറ്റി വർഷങ്ങളായി മാറി മാറി വരുന്ന കമ്മിറ്റി ചുക്കാൻ പിടിക്കുന്ന ആളുകൾ എല്ലാ സഹായങ്ങളും വാർഡുകൾക്ക് ചെയ്തു വരുന്നുണ്ട്. എല്ലാ സഹായങ്ങളെയും ഞങ്ങൾ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഓണം ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടി 2 ഡാൻസ് കണ്ടു, ഒരു പാട്ട് കേട്ടു, ഊണ് കഴിച്ചു, വീട്ടിൽ പോയി എന്നതിലുപരിയായി നമ്മുടെ വാർഡിൽ, നിർണയനഗർ വാർഡിൽ എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും നിർണയനഗർ വാർഡിലെ കമ്മിറ്റി മെമ്പേഴ്സ് അറിയുന്നത് പോലെ 400-ലധികം മലയാളി കുടുംബങ്ങൾ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ മെമ്പേഴ്സാണ് ഇവിടെ. അതിൽ കൂടുതലായിട്ടുള്ള ഫാമിലിയും നമ്മുടെ വാർഡിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ പറയുകയല്ല, പല സ്ഥലത്തും നമ്മൾ ഓണത്തിൻ്റെ പരിപാടി നോട്ടീസൊക്കെ ആയി വീടുകളിൽ സൊസൈറ്റിയുടെ എൻട്രൻസിൽ പോകുമ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു വേദനാജനകമായ ഒരു കാര്യം, നമ്മുടെ ആ പർട്ടിക്കുലർ ഒരു മെമ്പറെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോവുക, 4-5 ആൾക്കാർ. ഈ പോകുന്ന ആൾക്കാരും ജോലിയും കൂലിയും വിലയില്ലാത്ത ആൾക്കാരല്ല, എല്ലാവരും നല്ല സ്ഥിതിയിൽ ജോലിയും എല്ലാ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. എക്സ്ട്രാ സമയം കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ ചില സൊസൈറ്റികളിൽ ആരാണ് വന്നിരിക്കുന്നത്, കേരള സമാജംകാരാണ്, അവരിങ്ങോട്ട് വിടണ്ട എന്ന് പറഞ്ഞ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കൊറോണ സമയത്തും മറ്റ് മഹാമാരി വരുന്ന സമയത്തും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രയുണ്ടായാലും നമ്മൾക്കൊരു സഹായം
സഹായത്തിന് വേണ്ടി നമ്മൾ സഹായ ഹസ്തവുമായി പല ആളുകളെയും നമ്മൾ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അന്യനാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾക്ക് ഒരാൾക്ക് മറ്റൊരാളുടെ സഹായം കൂടിയേ തീരൂ. അതിനുവേണ്ടി തന്നെയാണ് കേരള സമാജം ഇത്രയും നാളുകളായി, വർഷങ്ങളായി, 75 കൊല്ലവും പിന്നിട്ട് നമ്മൾ ഈ വിജയഗാഥയുമായി ഈ സമാജം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഇനി ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ നിറനേര വാർഡിൽ 400 എന്നുള്ളത് ശരിക്കും എല്ലാ ആളുകളും മുന്നോട്ട് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ 500 550 കുടുംബങ്ങൾ ആകാം. ആ ബാക്കി വരാനിരിക്കുന്ന കുടുംബങ്ങളെ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള നമ്മളെല്ലാവരുടെയും കടമയാണ് അവരെ നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക. ഒരു ഒത്തൊരുമ, ഒരു സംഘടന, അഹമ്മദാബാദ് കേരള സമാജം, അത് നമ്മുടെ ഗുജറാത്ത് ഗവൺമെന്റ് അറിയാം. ഈയിടെ നമ്മുടെ സംഘടനയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ സീനിയർ ആളുകളെ, ലീഡേഴ്സിനെ വിളിച്ചിട്ട് ആദരിക്കുകയുണ്ടായി. നമ്മളിവിടെ അഹമ്മദാബാദിൽ വർഷങ്ങളായി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തുന്നുണ്ട്. അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ ഗുജറാത്ത് സ്റ്റേറ്റ് ഗവർണറായാലും നമ്മുടെ മുഖ്യമന്ത്രി ആയാലും അവസരം കിട്ടുമ്പോഴൊക്കെ കേരള സമാജത്തിൻ്റെ ലീഡേഴ്സിനെ വിളിച്ച് അവർ സംസാരിക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവരും വെളിയിൽ നിന്നും ഉറ്റുനോക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ഹാളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പക്ഷേ എല്ലാവരും വെളിയിൽ നിന്ന് നോക്കുന്നുണ്ട്. കാരണം കേരള സമാജത്തിനും കേരളീയർക്കും മലയാളികൾക്കും നമ്മുടെ അഹമ്മദാബാദിലും ഗുജറാത്തിലും മറ്റ് സ്ഥലങ്ങളിലും ഒരു സ്ഥാനമുണ്ട്. അത് നമ്മളെല്ലാവരും വളരെ ഡിസിപ്ലിനോടുകൂടി ഏത് ആഘോഷങ്ങളായാലും നടത്തി വരുന്ന ആളുകളാണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല, ഒരുപാട് സമയം ഇവരെന്നെ ഓടിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന മുഴുവൻ വാർഡിലെ മെമ്പർമാരെയും അംഗങ്ങളെയും സഹോദരന്മാരെയും കുട്ടികളെയും ഇന്നിവിടെ പരിപാടി അവതരിപ്പിക്കുന്ന മുഴുവൻ ആളുകളെയും സെൻട്രൽ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന നമ്മുടെ ലീഡേഴ്സിനെ ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വാർഡ് പ്രസിഡന്റ് എന്തായാലും എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഇനിയുള്ളത് നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും നമ്മുടെ എല്ലാവരെയും ഒരു ഓണാശംസ നേരാനും ഒരു 2 വാക്ക് സംസാരിക്കാനും. അപ്പോൾ അത് അവരവർ തീരുമാനിക്കുക എത്ര സമയം സംസാരിക്കണം എന്നുള്ളത്. എന്തായാലും ആദ്യം തന്നെ ഞാൻ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഗിരീശൻ സാറിനെ ആശംസകൾ നേരുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുന്നു. എന്തായാലും 2 മിനിറ്റ് കൊണ്ട് സാർ അവസാനിക്കത്തില്ല, അതിനേക്കാൾ കുറച്ചുകൂടി സമയം സംസാരിക്കേണ്ടി വരും. ഇന്നത്തെ ഈ നമ്മുടെ നിർണയ വാർഡിൻ്റെ ഓണാഘോഷ പരിപാടിയിൽ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും എന്നോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സമയത്തിൻ്റെ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റുമാർ, ഫെഗ്മയുടെ പ്രസിഡന്റ് ശ്രീ രാമേന്ദ്രൻ സാർ, മലയാളം മിഷൻ്റെ മേഖലാ കോർഡിനേറ്റർ, മലയാളം മിഷൻ ടീച്ചേഴ്സ്, നിർണയ വാർഡ് ഭരണസമിതി അംഗങ്ങൾ, സ്ത്രീ ശക്തി ടീം അംഗങ്ങൾ, നിർണയ വാർഡിലെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ആദ്യമായി ഞാൻ ഓണാശംസകൾ നേരുകയാണ്. നേരത്തെ സാർ പറഞ്ഞതുപോലെ, മധുസൂദൻ സാർ പറഞ്ഞതുപോലെ, നമ്മളുടെ ഓണം ഇനിയും ഇതോടൊപ്പം തന്നെ തട്ടേജ് വാർഡിലും ഇന്ന് ഓണം ആഘോഷിക്കുന്നുണ്ട്. രാവിലെ അവരുടെ ഉച്ചയ്ക്ക് സദ്യ, അതുപോലെ വൈകിട്ട് JGയിൽ അവരുടെ കൾച്ചറൽ പ്രോഗ്രാം. അടുത്ത ഞായറാഴ്ച 4 വാർഡുകളിലാണ് നമ്മളുടെ ഓണാഘോഷ പരിപാടി. 5-ാം തീയതി നറോഡയും ഗാഡ്ലൂടിയും, അത് കഴിഞ്ഞാൽ 12-ാം തീയതി വസ്ത്രാപൂർ വാർഡിൻ്റെ കൾച്ചറൽ പ്രോഗ്രാം. ഇതോടെ നമ്മളുടെ ഓണാഘോഷ പരിപാടികൾ ഇവിടെ തിരിച്ചുവിടുകയാണ്. നമ്മളെല്ലാ വർഷവും അഹമ്മദാബാദ് കേരള സമാജത്തിൻ്റെ ഓണച്ചമയം പ്രോഗ്രാം നടത്താറുണ്ട്. ഈ വർഷം നമ്മൾ ആ പ്രോഗ്രാം അത് പ്ലാൻ ചെയ്തില്ല. കാരണം ഇന്ന് നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഈ ഒരു സമയത്ത് ഓണച്ചമയം പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 3 മാസം കൂടി മുൻപോട്ട് പോകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ആ ഒരു പ്രോഗ്രാം തൽക്കാലം വേണ്ട. ഇനിയും നമ്മുടെ ജനറൽ ബോഡി വിളിച്ചു കഴിഞ്ഞിട്ട് പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം ബാക്കി പ്രോഗ്രാമുകളൊക്കെ ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ള പ്രോഗ്രാമുകൾ കൊണ്ട് നമ്മൾ കുറച്ച് സമയം നീട്ടുപോയി. നമ്മൾ ഈ ആഘോഷ ഓണച്ചമയം പോലുള്ള പരിപാടികൾ നടത്തിയില്ല എങ്കിൽ തന്നെയും നമ്മൾ ഈ വർഷം നമ്മളുടെ ഓണാഘോഷ പരിപാടിയോടൊപ്പം നമ്മൾ എന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്ന സമാജത്തിൻ്റെ വാർഡുകളും അതുപോലെ സ്ത്രീശക്തി പ്രവർത്തനങ്ങളും ഇന്ന് മറ്റുള്ള വാർഡുകൾക്കും സമാജങ്ങൾക്കും എല്ലാം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. തിരുവോണ ദിവസം തന്നെ
ഇന്ന് സ്വന്തമായിട്ട് ആഹാരം പാചകം ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ള സീനിയർ സിറ്റിസൺസ് താമസിക്കുന്ന വീടുകളിൽ ഓണം സദ്യ ഒരുക്കി നമ്മുടെ ശ്രീശക്തി ടീമും വാർഡുകളും കൂടി അവർക്ക് കൊണ്ട് പല വാർഡുകളിലും കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ വാസനയിൽ ഒരു ക്യാൻസർ കെയർ സെൻറ്ററിൽ അവർ 4 വീൽ ചെയറും അതുപോലെ തന്നെ അവർ ആവശ്യപ്പെട്ട അനുസരിച്ച് ലിസ്റ്റ് പ്രകാരം അവർ ഓണസദ്യ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആഹാര സാധനം അവിടുത്തെ പേഷ്യൻറ്റിന് പുറമേയുള്ള ഭക്ഷണം കൊടുക്കാറില്ല. അവർ തന്നെയാണ് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് സാധനങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങളും നമ്മളവർക്ക് നൽകുകയുണ്ടായി. മറ്റ് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കുന്നതിനായിട്ട് ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളടുത്ത് കൂടുതൽ സമയം സംസാരിക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുന്നു, നിങ്ങളുടെ വാട്സപ്പിൽ കൂടി അത് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. ഒന്ന് എനിക്ക് പറയാനുള്ളത് നോർക്കയുടെ ഐഡൻറ്റിറ്റി കാർഡിനെ കുറിച്ചാണ്. നോർക്കയുടെ ഐഡൻറ്റിറ്റി കാർഡ് നമ്മുടെ പ്രവാസി മലയാളികൾ കേരള ഗവൺമെൻറ് തരുന്ന ഒരു കാർഡ്. അതെല്ലാവരും അത്യാവശ്യമായിട്ട് എടുത്തിരിക്കണം. നമുക്ക് മറുനാടൻ മലയാളികളുടെ ഒരു ഐഡൻറ്റിറ്റി കാർഡാണത്. അതിന് നമ്മളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും അതിൻ്റെ ഒരു ഫോമുണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് 408 രൂപയും കൂടി വാർഡിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഐഡൻറ്റിറ്റി കാർഡ് കരസ്ഥമാക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യാൻ പറ്റും. ഇനി ആ കാർഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് 60 വയസ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് തന്നെ പെൻഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രതിമാസം 200 രൂപ വെച്ച് 5 വർഷം അടച്ചു കഴിഞ്ഞാൽ 60 വയസ്സ് കഴിയുന്ന ആൾക്കാർക്ക് പെൻഷൻ നമുക്ക് കിട്ടും. മറ്റൊന്ന്, ഈ കാർഡ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം ഈ 22-ാം തീയതി കേരള മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് അതിൻ്റെ ഉദ്ഘാടനം എല്ലാം നിർവഹിക്കുന്നുണ്ട്. അത് നോർക്ക കരിയർ പ്രവാസി ആരോഗ്യ അപകട പരിരക്ഷ ഇൻഷുറൻസ് പദ്ധതി എന്നാണ് അതിൻ്റെ പേര്. അത് നമ്മുടെ ഒരു വീട്ടിലെ 4 മെമ്പേഴ്സ്, അച്ഛൻ, അമ്മ, 25 വയസ്സിൽ താഴെയുള്ള 2 മക്കൾ, ഇവർക്ക് 13,411 രൂപ പ്രീമിയം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്, അതും ഇന്ത്യയിൽ 16,000 ഹോസ്പിറ്റലുകളിൽ നിന്ന് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇൻഡിവിജ്വൽ പോളിസി എടുക്കാൻ പറ്റും. ഒരാൾ മാത്രമുള്ള പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8,101 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. അപ്പം ഇതിന് എല്ലാത്തിനും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ നോർക്ക കെയർ കാർഡ് എടുത്തിരിക്കണം എന്നുള്ളതാണ്. കൂടാതെ നമ്മളുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓർഗൻ ഡൊണേഷൻ, അവയവദാനം. ഇന്ന് നമ്മളെല്ലാവരും വളരെ കേരളത്തിലും ഇവിടെയും അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിലും എല്ലാം നടക്കുന്ന ഒന്നാണ്. ബ്രെയിൻ ഡെഡ് ആകുന്ന ആൾക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റൊക്കെ പറ്റുന്ന അപകട മരണം സംഭവിക്കുന്നവരൊക്കെ ഇന്ന് അവരുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ऑर्गन डोनेशन के बारे में अपने को ज़्यादा जानकारी देने के लिए सिविल हॉस्पिटल का सुपरिटेंडेंट डॉक्टर राकेश जोश सर भी इधर ही है और अहमदाबाद सिविल हॉस्पिटल का असिस्टेंट CMO डॉक्टर संजय सोलंकी भी इधर ही है. सर, निर्णयदार वार्ड के साथ अहमदाबाद केरला समाजम सेंट्रल कमेटी तरफ से भी आप दोनों को मैं हार्दिक स्वागत करता हूँ. അത് പിന്നീട് അവർ രണ്ടുപേരും കൂടുതലായിട്ട് സംസാരിക്കും. മറ്റൊന്ന്, നമ്മുടെ ക്രെഡിറ്റ് സൊസൈറ്റി, മലയാളം മിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് വിശദമായിട്ട് സംസാരിക്കുക. അതെനിക്ക് പുറകിൽ വരുന്ന ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റിൻ്റെ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ വൈസ് ചെയർമാൻ കൂടിയായ അനീഷുള്ള ഇവരെല്ലാവരും അതേപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കും. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ ഇത്ര ഭംഗിയായി ഓർഗനൈസ് ചെയ്ത നിർണയ വാർഡ് ഭരണസമിതിക്കും സ്ത്രീശക്തി ടീമിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റ് ടീം അംഗങ്ങൾക്കും വാർഡിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ തീർക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ പൂക്കളം, 3 പൂക്കളം കോമ്പറ്റീഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 3 പൂക്കളം കോമ്പറ്റീഷന് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായി ഇട്ടു. അതിലൊരു പൂക്കളം മലയാളം മിഷൻ കുട്ടികളുണ്ട്, മറ്റുള്ളതും കുട്ടികളും ഫാമിലി ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ആക്ച്വലി ജഡ്ജ്മെന്റ് കഴിഞ്ഞു. നമ്മുടെ ജൂറിമാർക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്നുള്ളൊരു എമർജൻസി വന്നത് കാരണം ആദ്യം തന്നെ നമ്മൾ പൂക്കളം പ്രൈസ് അല്ലെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യുവാണ്. പൂക്കളം പ്രൈസ്
അതോടൊപ്പം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ജൂറിമാരെ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Very good morning to everybody. Firstly, huge thanks to the Ahmedabad Karla Samajam for giving us this honor to be the jury for the Pookalam competition. Thank you very much. Without any further ado, I'll declare the first prize goes to Team 1, Padmaja ma'am and team. Can we please come on stage? Second prize is Team 3, Aradhya ma'am and team. അടുത്തതായി ഇനിയും ആശംസ പ്രസംഗം നൽകുന്നതിന് മുന്നേ നമ്മുടെ വാർഡിൽ നിന്നും ഈ വർഷം ഏകദേശം 35ഓളം കുട്ടികൾ ബോർഡ് എക്സാം എഴുതുകയുണ്ടായി. എല്ലാവരും തന്നെ വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. എങ്കിലും എല്ലാ വർഷവും വാർഡ് തലത്തിൽ ഈ ഓണാഘോഷ വേളകളിൽ 70% അതിൽ കൂടുതലും മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് നടത്താറുണ്ട്. ഇപ്രാവശ്യവും ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആവുന്നത്ര കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഒരു ചടങ്ങ് ഈ വർഷവും ഞങ്ങൾ നടത്തുകയാണ്. അതിനുവേണ്ടി ഇവിടെ ഹാജരായിട്ടുള്ള വിദ്യാർത്ഥികൾ 70% അതിൽ കൂടുതലും മാർക്ക് സ്കോർ ചെയ്ത, ഞാൻ ഇവിടെ പേര് വായിക്കാം, ആ വിദ്യാർത്ഥികൾ സ്റ്റേജിൻ്റെ വലതുവശത്ത് എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുകയാണ്. ടെൻത്ത് സ്റ്റാൻഡേർഡിലുള്ള സ്റ്റുഡൻസ് 14 കുട്ടികളുണ്ട്. 70% അതിൽ കൂടുതലും മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികൾ. അവരുടെ പേര് ഞാൻ ഇവിടെ വായിക്കാം. അവർ സ്റ്റേജിന്റെ വലതുവശത്ത് എത്തിച്ചേരണം. ആര്യ നായർ, അക്ഷയ് സുധീർ നായർ, മൃദുൽ നായർ, റയാൻ റോഷൻ, ആദിത്യ നായർ, ആയുഷ് നായർ, ധീർ കൽപേഷ്, ധൈര്യ കൽപേഷ്, അദിത് എസ് പിള്ളെ, അനുഷ്ക രാജീവൻ, അൻവിഷ രാജീവൻ, അനുഷ്ക മനോജ് മൂപ്പർ, സിൽവിയ ജോർജ്, ജെയ്സൺ ജോബി. 14 കുട്ടികളാണ് 10th സ്റ്റാൻഡേർഡിൽ നിന്നും 70% മാർക്ക് വാങ്ങിയിട്ടുള്ളവർ. അടുത്തത് 12th സ്റ്റാൻഡേർഡിൽ നിന്നും 4 പേരുടെ ലിസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എയ്ഡൻ അലക്സ്, ജോയൽ ജെയിംസ്, ഓസ്റ്റിൻ എബ്രഹാം, തിജിൽ പണിക്കർ. ഈ പേര് വായിച്ച വിദ്യാർത്ഥികൾ സ്റ്റേജിന് മുൻവശത്ത് എന്തായാലും എത്തിച്ചേരണം. അപ്പോൾ മാത്രമേ നമുക്ക് അവരെ മൊമെന്റോ നൽകി വേഗം തന്നെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. 10th സ്റ്റാൻഡേർഡിലെ ഒരു കുട്ടിയുടെ പേര് കൂടി ഉണ്ടായിരുന്നു, ബ്രയാൻ ബെന്നി. ആ കുട്ടി കൂടി സ്റ്റേജിൻ്റെ സൈഡിൽ എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുകയാണ്. സോറി, ലിസ്റ്റ് ഇട്ടപ്പോൾ അത് മിസ്സായി പോയതാവാം, അല്ലെങ്കിൽ ലേറ്റായിട്ട് കിട്ടിയ എൻട്രിയാണ്. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. കുട്ടികൾ എത്തുന്നതിന് മുന്നേ മറ്റുള്ളവരെ ആശംസ നേരുന്നതിനായി നമ്മുടെ ഫെഗ്മ പ്രസിഡന്റ് ഡോക്ടർ രാമചന്ദ്രൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് വിനീതമായ നമസ്കാരം. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മണ്ഡലങ്ങളിൽ നമ്മൾക്കെല്ലാവർക്കും അഭിമാനകരമായ 8 പതിറ്റാണ്ടിൽ കൂടുതൽ നീണ്ടുനിന്ന കേരള സമാജത്തിൻ്റെ
അവിഭാജ്യ ഘടകമായ നിർണയനഗർ വാർഡിൻ്റെ ഈ ഓണാഘോഷ വേളയിൽ വരാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാനൊരു അവസരം കിട്ടിയ ധന്യമായിട്ട് കാണുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ 2 വാക്കിൻ്റെ ലിമിറ്റേഷൻ വെച്ച് വളരെ നന്നായി, കാരണം 2 വാക്ക് പറയാൻ തന്നെ ഇവിടെ ഇത്രയും കാലത്ത് പോലും എല്ലാവരും വന്ന് ഓണത്തിൻ്റെ ഊണ് കഴിക്കാനും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനും വന്നവർക്ക് ഒരു ഭാഷണത്തിനുള്ള ഒരു സ്റ്റേജ് അല്ലാന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷേ ഇതുപോലുള്ള ഒത്തുചേരലുകൾ മാത്രമാണ് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നതും നമ്മുടെ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആസ്പദമാക്കിയുള്ള പ്രവർത്തനങ്ങളിലും കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കയറാൻ നമുക്ക് അവസരം നിർവഹിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ നേരത്തെ മധു പറഞ്ഞ മാതിരി പല സ്ഥലങ്ങളിലും പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത്ര ഫേവറബിൾ അല്ലായിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ജന്മഭൂമിയിൽ നിന്നും കർമ്മഭൂമിയിൽ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഒന്നിച്ചു നിന്ന് ഒരു കൂട്ടായി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും പല കാര്യങ്ങളും നമുക്ക് ഒന്നിച്ച് നേടാൻ പറ്റും. അമൃത കേരള സമാജം ഇന്ന് നമ്മുടെ നവരത്നങ്ങളാൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതിനെല്ലാം നിങ്ങളൊരു ഭാഗമായി മുന്നോട്ട് വന്ന് ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് നിങ്ങളുടെ സ്വയമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ടു സൊസൈറ്റി, ഗിവ് ബാക്ക് ടു സൊസൈറ്റി, അതിനകത്തൊരു ഭാഗമാകുക. നിങ്ങളുടെ ഇൻഡിവിജ്വൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുക. സമാജം പോലുള്ള സംഘടനകളിൽ ഒരു ഭാഗമായി തീർച്ചയായും ഇവിടെ നിൽക്കുന്ന ലോക്കൽ പോപ്പുലേഷന് പോലും നമുക്ക് നേരത്തെ പറഞ്ഞു പല ഗവൺമെൻറ് തലത്തിലും നമ്മുടേതായിട്ടുള്ളൊരു റെക്കഗ്നീഷൻ ബ്രാൻഡിങ് കിട്ടി നമ്മളൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ എല്ലാവരും കർത്തവ്യമാണ്. ബി പാർട്ട് ഓഫ് ദിസ് ബിഗ് മൂവ്മെൻറ്റ്. എൻ്റെ കൂടെ ഇന്നിവിടെ വന്ന എൻ്റെ സഹപ്രവർത്തകരായ കേന്ദ്ര സമിതി അംഗങ്ങളും മറ്റ് എല്ലാ വാർഡുകളിൽ നിന്നും വന്ന പ്രമുഖ വ്യക്തികളും കൂടാതെ സ്നേഹസമ്പന്നരായ നമ്മുടെ നിർണയനഗർ വാർഡിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതോടൊപ്പം തന്നെ എന്നും എപ്പോഴും വളരെയധികം പുതുമയുള്ള കാര്യങ്ങളാണ് നിർണയനഗറിൽ നമുക്ക് ഇരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടാറുള്ളത്. വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള പല ഐഡിയകളും നിറഞ്ഞ കലാപരിപാടികളും എന്നും ഇവിടെ ഒരു തികച്ചും ഒരു ആശയസമ്പന്നമായ ഒരു വാർഡാണ്. നിലനിർത്തട്ടെ. എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും. വിത്ത് ദാറ്റ് ഡോക്ടർ ജോഷി സാർ, thank you very much for taking out your valuable time and coming here and giving an awareness about the donation, organ donation camp. It's very integral part of our commitment to society, and I am very sure with your awareness we will be able to get a kind of enlightenment for this wonderful initiative. Thank you so much, sir. Thank you all. കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിൽ നിന്നും 2 ഡോക്ടേഴ്സ് നമ്മുടെ ഇടയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സമയം അവയവ ദാനത്തെക്കുറിച്ച്, ഓർഗൻ ഡൊണേഷൻസിനെ കുറിച്ച് അവർ നമ്മളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. The next program is to explain about organ donations. Today we have 2 eminent personalities here with us, Dr. Rakesh Joshi
Medical Superintendent, Civil Hospital, Ahmedabad, and Dr. Sanjay Solanki, Transplant Coordinator, Organ Donation Program, Civil Hospital, Ahmedabad. We welcome both of these eminent personalities in today's program. Sir, welcome, please. Good morning, everybody. First of all, I would like to thank the Nirnay Nagar Kerala Samaj President Madhusudan ji and other office bearers for inviting me here to explain, to make awareness about the organ donation in the society. I'm very happy to be here as a part of, all. I'm seeing the unity of Kerala Samaj, and I was just talking to the Girisan sir that you are doing programs every week for nearly 4-5 weeks, and more than 1.5 lakhs Keralians are living in Ahmedabad. So I'm very happy to see that there's a unity of the one Samaj, motivating the student, at the same time motivating the society for the organ donation program. So really feeling so good to be a part of this Onam celebration. And let's talk straight to the subject. I would like to ask a question. How many of you know about the body donation? What do you mean by body donation? How many of you know about the body donation, right? I can see very few. And how many of you know the organ donation? Again, very few. So there is a huge difference. When we are talking about body donation, that means once a person dies, the whole body is donated to the medical college or anatomy department. But when person is brain dead is a scientific death. We cannot say, our myth is till the heart is functioning or till the heart is beating, we consider that person is live. But because of the advancement in the science, we can detect the date, scientific date, even before the cardiac activity stops, and that is a brain death. So once there is a brain death, it is diagnosed on a scientific way. There are very important parameters to decide a person a brain dead. So once we decide, like somebody is admitted in ICU having some brain trauma, either brain surgery or some hemorrhage or some brain injury, the brain stop functioning, and that is being proved by, in our medical language, it is called apnea test. So 2 apnea tests are done to confirm the status of brain death 6 hours apart. Suppose one apnea test is done at 10 a.m., that another apnea test will be done at 4 p.m. And when both the tests are positive, we can declare somebody a brain dead. And once brain dead is declared by the committee, the anesthetists, physicians, ICU people, like some coordinators, everybody combines together and then declare the person brain dead. That is the time we can donate our organs. If you see the patient is on ventilator, the respiration which is there is because of the ventilator, the heartbeats and saturation, oxygen saturation, everything is there because we are giving some medicine to keep the circulations normal. So during this situation and before heart stop, there is a very small gap, Once we declare the patient brain dead, for a doctor, for a science, that person is dead. But now we are waiting till the cardiac activity stops. So there is a small window where we can say brain is dead, rest of the functions are there, and this is the window. If family agrees to donate the organ, a single person can donate 7 to 8 organs, and that gives a new lease of life to 9 to 10 people. You can just imagine, the person is brain dead, he can give his eyes, he can give his both lungs, he can give heart, he can give liver, 2 kidneys, pancreas, small bowel, hands, uterus and skin. All this donation is possible. Apart from that, the further they can give even more tissues like bone, some facial skin, heart valves and like that. So a single person is brain dead, and if family is motivated or aware about this, because as like you, many
of the civilians, they don't know what is brain death. So this is the reason why we have to propagate, we have to make this awareness to the society, each and every corner of the society, that nobody wish that one of your loved one become brain dead. But if such situation arise, this is the best donation we can do, which can give a new lease of life to 78 different people. And it is not the lease of life to one person, but it is a lease of life to the whole family. The family who is in trouble, we can just imagine that somebody is having some renal issue, kidney problem, and they are going 2 to 3 times for the dialysis. If someone has a liver issue, like the family man is having a huge belly full of water, jaundice, like significant weight loss. I mean, we cannot tolerate such moments or such situation in our family. So if we make public aware, we can increase this organ donation, and a one person who is the relative or the first degree relative who can donate the organ. So by making awareness in the society, the living organ donation we can decrease. A single person or a family member can give a one kidney or a part of liver as a living donation. You cannot give your lungs or heart or pancreas or small bowel or a hand. So all these organs, the requirement is so huge in our country. Unless we spread the awareness about organ donation, we cannot get all those organs. If I am talking about the data, like across the year, India needs nearly 4 lakh kidney, 4 lakh, just imagine. And how many we are getting? 25,000, 30,000. In India, we need 25 to 30,000 liver. And how much we are getting? 700 or 800. And there is no data regarding requirement of hearts and lungs. After COVID, even we all know so many of our relatives, they are having a significant pulmonary issue. They are oxygen dependent. They cannot even just walk. And they need a 40 or 50 liters oxygen every day to just live their life. So if we spread this awareness, at least the day will come that a living person, because ultimately the person who is donating his organ, like father, mother, brother, sister, whosoever it is, they have to undergo a major surgery. It is not that easy that one relative is giving organ to another relative who is actually having the end organ failure. So if father, mother, brother, sister, anybody is giving organ to his loved one, ultimately both are going under the major surgery. So this is the right time that if we spread awareness across the society, across the community, irrespective of, so if I am talking about this 705, it includes 188 livers, 390 kidneys, 68 hearts, 34 lungs, 17 pancreas, 2 small bowel, 6 hands, and if we go towards the tissue, then there is 150 eye donation and 24 skin donation. As we all know about the blood donation history, when actually it was started, there was a huge resistance amongst the society that we cannot give blood to anyone. Blood donation should not happen, this and that. Certain communities, they don't accept donation. So, but slowly and steadily over a period of time, now everybody knows it is very common to donate blood. At the same thing, like eye donation, we also know that many of our people, many of our society people, they know that eye donation can happen within the 6 hours of a death of any person. And there is a team who go there and take eyes from the home, from the diseased one. The same way skin donation can be done 6 hours after the death, or anyone who is a brain dead can donate the skin. So these are the different types of donation which helps a person who is suffering from some issues. If I am talking about skin donation, we are getting lots of patients having a burns, 30-degree burns, 40-degree burns, 60-degree burns. All those burns are like they are losing protein, and there is a high chance of infection. If we give a skin cover from the donation, then at least we can prevent some infection, we can prevent some protein loss, and the patient outcome can increase. So these are the different things where we should motivate the society, we should spread the awareness across the society. Each and everyone should know
what is blood donation, how it can be done, what is organ donation, how it can be done, what is the body donation, what is the eye donation, and what is the skin donation. So these are the different types of organ donation and tissue donation. And you just imagine that somebody is having no hand or amputee, preferably our military man or the people who are working for us at the borders, they lose their hands, and by donation, when they get this hand, just imagine about the Raksha Bandhan and the sister is tying, Rakhi on his hand. It's so emotional and so motivating. At the same time, we are getting these videos that after hand donation, now they were able to, to cast their votes. So it is amazing feeling. You just imagine that the person who is not having hands and he is getting hands, the life is different. He is absolutely dependent for each and every activity, and then slowly and steadily he become, independent of his own, like putting up the clothes or everything. So these are the things where we can definitely spread message to the society that this is the time. We say when we are living, we can donate the blood. When we are unfortunately become brain dead, we can donate our organs. And if we die, we can donate our eyes, our body, and the skin. So this is how we can spread the awareness amongst the society, amongst the new students, upcoming students, and now there is a national registry, we can say. There is a site on a national organ donation site, that Noto site, that you can take a pledge. You can take a pledge and then you inform your family. So whenever such situation arises, at least doctor and family knows that this person has taken the pledge. So on this beautiful day, when you all are celebrating Onam and organizers has arranged this awareness program, I would love that let's take a pledge for organ donation. Then we will, share this barcode. You can scan it, and then definitely you have to update it on a Noto site. But before that, let's take a pledge in a physical form. Sanjay, come here. And I request all of you to stand up and take your right hand on your heart. So this is how we are going to take a pledge. Let us take a pledge with me. I pledge to donate such of my organs and tissues as could be used after my death to give new lease of life to those in need, keeping in view the shortage of organs and tissues for transplantation in our country. I also pledge that I will make all efforts to inspire my family, my friends, and my fellow citizens to donate organs and tissues after death. Thank you. Thank you very much. If you have any question, you can ask. So we have a gentleman, K. Ramanand Karta, who has already taken plane. And once you take a plane, you can see this. It comes with your certificate and Aadhaar card. Like your photo is there. And sir, please. So give him everyone can give him a standing ovation, please. So everyone should do pledge, and then you have to register on this Noto site.
So thank you very much, sir. This is the way we should take a pledge. And once you take a pledge, you can download the certificate, and then your name is in the registry. So nobody wish actually. We also don't wish by spreading awareness. We don't wish that everybody becomes branded and we get more and more organs. It is not like that. But unfortunately, something happens. By this registry, at least a hospital and doctor will come to know that this person has taken a pledge. So one more request to each and every one of you is, once you take a pledge, please inform to your family and friends. In older days, if you remember, if somebody dies, after 2 or 3 days, his close friend will come and he will share what we say is a will. That the person who died, he told me to do this. Give this house to this one, give this to this one, give this to this one, like that. So at least once you take a pledge, inform your family. They should be aware that you have taken pledge. Because we are facing a lots of issue when the situation arises, because family doesn't know he wanted to do this. So we have to extend our knowledge and at the same time our wish to our near and dear one that I have taken pledge, and everyone should take a pledge. Even you can select the organ to be donated. You can select only kidney, heart, liver, something like that. But you can donate everything which is good in condition, provides a new lease of life to the person who is suffering from the end organ failure. So I think this is the way we should spread the awareness, and such type of gentlemen, if they take a pledge, the family is informed, we all should stood by him and let's spread this awareness. Thank you very much. Thank you, sir. നമ്മുടെ നിർണയ നഗർ വാർഡിന്റെ ഏറ്റവും നല്ല സജീവ പ്രവർത്തകരായിരുന്ന 2 പേർ ഇവിടെ നിന്നും നാട്ടിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ്. അവർ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ടായിരിക്കാം, പക്ഷെ എങ്കിലും വളരെ സജീവ പ്രവർത്തകരാണ്. പേര് എടുത്തു പറയാതെ പറ്റില്ല. നമ്മുടെ പ്രവീൺ കൃഷ്ണൻ ഇന്ന് ഈ സ്ഥാനത്ത് നിൽക്കേണ്ട ആളാണ്. ആളുടെ അഭാവത്തിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രീ നന്ദകുമാർ. അപ്പൊ 2 പേരും ആശംസ അർപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ പ്ലേ ചെയ്യുവാണ്. അതോടൊപ്പം ഞാൻ ഈ മൈക്ക് നമ്മുടെ യുവ ടീമിന് ഹാൻഡ് ഓവർ ചെയ്യുവാണ്. പുതിയ പ്രോഗ്രാം ആങ്കേഴ്സ് ആയിട്ട്, അവതാരകരായിട്ട് അവരാണ് വരുന്നത്. അവർക്ക് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണിത്. അവരുടെ പേര് ഞാൻ വായിക്കാം. നമ്മുടെ യങ്സ്റ്റേഴ്സ് ആണ്. അപ്പം അത് നിർണയ നഗർ വാർഡിന്റെ തന്നെ എന്താ പറയാ, പൊന്നോമനകളായ അല്ലെങ്കിൽ വാർഡിന്റെ കോമഡി താരങ്ങളായ, എല്ലാ വർഷവും സ്റ്റേജിൽ കോമഡി ചെയ്ത് എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവരിപ്പോൾ ഒരു പുതിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ശ്രീ നെവിൽ സിബു, മിഥുൽ ബാലകൃഷ്ണൻ, നിഖിൽ ദാസ് ആൻഡ് രുദ്ര സുഗതൻ, ഇവർ ചേർന്നിട്ടാണ് അടുത്ത കലാപരിപാടികളുടെ അവതാരകർ ഇവരാണ്. അവരെ സദയം സ്വീകരിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. മലയാളം പഠിച്ചു വരുന്നവരും അങ്ങനെയുള്ള കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. അപ്പം ഇത്തിരിയൊക്കെ പാളിച്ചകളൊക്കെ വരാം. അതൊക്കെ ക്ഷമിച്ച് വളരെ നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇതോടൊപ്പം പ്രവീൺ കൃഷ്ണന്റെ, അതോടുകൂടെ ശ്രീ നന്ദകുമാർ സാറിന്റെ ആശംസ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. ഞാൻ ശരിക്കും ഇന്നത്തെ ഈ പരിപാടി ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ കുടുംബാംഗങ്ങളുടെയും നന്മ നിറഞ്ഞ ഓണാശംസകൾ. അടുത്തതായി നമ്മുടെ ഓണാഘോഷത്തിൻ്റെ കാതലായ ഒരു പ്രോഗ്രാം പറയാം. മാവേലി തമ്പുരാനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ്. ചെണ്ടമേളത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും മാവേലി തമ്പുരാനെ വരവേൽക്കാം.
സാഹചര്യത്തിലല്ല എനിക്ക് എൻ്റെ ലിസ്റ്റിൽ കിട്ടിയിട്ടില്ല, സോറി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യുക. പേര് പറയാനുള്ളൊരു അവസരമായിരുന്നില്ല ഇത്, അതുകൊണ്ടാണ് ഇനി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ വിനി വർഗീസ് സാറിനെ ക്ഷണിക്കുക. കേരള സമാജം പ്രസിഡന്റ് സി ഗിരീശൻ സാർ, എന്നോടൊപ്പം സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കേരള സമാജം വൈസ് പ്രസിഡന്റ് ശ്രീ ഹരീഷ് പിള്ളി, ജോയിൻറ്റ് സെക്രട്ടറി മിസ്റ്റർ രവീന്ദ്രകുറുപ്പ്, അതുപോലെ എൻ്റെ സഹപ്രവർത്തകരായ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ, മലയാളം മിഷൻ മേഖലാ കോർഡിനേറ്റർ മിസ്റ്റർ മോഹൻദാസ്, വിവിധ വാർഡുകളിൽ നിന്നെത്തിയിട്ടുള്ള വാർഡ് കമ്മിറ്റി അംഗങ്ങൾ, ക്ഷണം സ്വീകരിച്ച് നമ്മളോടൊപ്പം ആയിരിക്കുന്ന വിവിധ അതിഥികൾ, നെന്നൈനാർ വാർഡിലെ സമാജ അംഗങ്ങൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണ ആശംസകൾ. ഓണം എന്നത് മലയാളികളുടെ ഇടയിൽ പ്രത്യേക ഒരു സ്ഥാനമാണുള്ളത്. മഹാബലിയുടെ കാലത്തെ സന്തോഷവും സമൃദ്ധിയും വീണ്ടും ഒന്ന് സ്മരിക്കുവാനായിട്ടും അതോടൊപ്പം ഓണാഘോഷങ്ങൾ നമ്മൾ നടത്തുന്നതായ സമയത്ത് പരസ്പരം കൂടി കാണുവാനായിട്ടും വിവിധ കളികളിൽ നമ്മൾക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാനായിട്ടും ഒരുമിച്ച് ആഹാരം കഴിക്കുമ്പോഴും ഇതെല്ലാം നമ്മുടെ കേരളീയ സംസ്കാരത്തെയും നമ്മുടെ മൂല്യങ്ങളെയും നമ്മുടെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം നമ്മൾക്ക് ലഭിക്കുമ്പോൾ ഈശ്വരന് നമ്മൾക്ക് നന്ദി കരയറ്റാം. പ്രിയമുള്ളവരെ, ഇവിടെ പറഞ്ഞു കൂടുതൽ സമയമെടുക്കരുത്. ശരിയാണ്, കേരള സമാജത്തിൻ്റെ സെൻട്രൽ കമ്മിറ്റിയുടെ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടൊന്നും ഞാനിവിടെ പ്രതിപാദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ സംസാരിക്കുവാനായിട്ടുണ്ട്. എന്നാൽ വാർഡിനെ പറ്റിയിട്ട് രണ്ടു വാക്ക് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാകുമല്ലോ. ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇന്ന് 35-ൽ പരം പ്രോഗ്രാമാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഇവിടെ 100-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ കലാപരിപാടിയാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ നിർണയനാർ വാർഡ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നിർണയനാർ വാർഡിനോടുള്ള അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക എന്നുള്ളത് സെൻട്രൽ കമ്മിറ്റിയുടെ കർത്തവ്യമാണ്. വാർഡിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊന്ന് പുറകോട്ട് ചിന്തിക്കുമ്പോൾ നവംബർ മാസം 24-ാം തീയതി ശ്രീശക്തിയും അതുപോലെ നിർണയനാർ വാർഡും കൂടി ചേർന്ന് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നടത്തുകയുണ്ടായി. അതിനുശേഷം വളരെ മനോഹരമായിട്ട് ഡിസംബർ 1-ാം തീയതി സ്പോർട്സ് മീറ്റ് ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ നിർണയനാർ വാർഡിൽ വളരെ ഭംഗിയായിട്ടാണ് നിങ്ങൾ കാഴ്ചവെക്കുകയുണ്ടായി. അതിനുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഡിസംബർ മാസം 29-ാം തീയതി ക്രിസ്മസ് പുതുവത്സര ആശംസകളും നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ആഘോഷിച്ചു. അതിനുള്ള അഭിനന്ദനങ്ങളും ഈ സമയത്ത് ഞാൻ അറിയിക്കും. നിർണയനാർ വാർഡ് 450-ൽ പരം അംഗങ്ങളുള്ള ഏറ്റവും പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ്. കലാകാരന്മാർ ഏറ്റവും അധികമുള്ള ഒരു വാർഡെന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ പ്രത്യേകിച്ച് അത്
കാരണം വാർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈ വാർഡിലുള്ള അംഗങ്ങൾ ഒരുമിച്ച് കൂടി വന്നിട്ട് ഈ ചെണ്ടമേളം നടത്തുമ്പോൾ നമ്മൾ എത്രമാത്രം കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചാലും മതിയാണ്. അത്രയ്ക്കും വളരെ ക്രമമായ രീതിയിൽ വാർഡിലെ പ്രവർത്തനങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് യങ്ങേഴ്സായ നിർണ്ണയനാർ വാർഡ് നടത്തി വരുന്നതിൽ നിർണ്ണയനാർ വാർഡിനെ അഭിനന്ദിക്കുന്നു. ഇവിടുത്തെ മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങൾ, ഞാൻ സെൻട്രലിൻ്റെ മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇവിടുത്തെ മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങൾ 23 കുട്ടികളും 5 ടീച്ചേഴ്സും അതുപോലെ ഒരു കോർഡിനേറ്റേഴ്സും ഒരുമിച്ച് കൂടി 24,000 രൂപ വാടക കൊടുത്തിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ മലയാളം പഠിപ്പിക്കുവാനായിട്ട് ഇവിടെ സ്കൂൾ വാടകയ്ക്ക് എടുത്തിട്ട് നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്നതായ ടീച്ചേഴ്സാണ് ഇട്ടുള്ളത്. അതുപോലെ വാർഡാണ് അവർക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ മൂല്യങ്ങളും കേരള സംസ്കാരവും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടും മലയാളം പഠിപ്പിക്കുവാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വാർഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് ഈ മലയാളം മിഷനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്ന് ഞാൻ പറയുകയാണ്. മറ്റ് സ്ത്രീശക്തിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ക്രെഡിറ്റ് സൊസൈറ്റിയെ പറ്റിയിട്ട് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ വൈസ് ചെയർമാൻ ശ്രീ ഹരികൃഷ്ണപിള്ള നിങ്ങളോട് സംസാരിക്കും. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ മുന്നോട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വന്നു കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ വിരമിക്കുന്നു. നിർണ്ണയനഗർ വാർഡിലെ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ മലയാള ഭാഷ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ് സ്റ്റേജിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം, ഏതൊരാൾക്കും നമ്മുടെ മാതൃഭാഷ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അതൊരു കുറവ് തന്നെയാണ്. ആ കുറവ് പരിഹരിക്കുന്നതിനായി നമ്മുടെ വാർഡിൻ്റെ ഫണ്ടിൽ നിന്നും 24,000 രൂപ ഒരു സ്കൂളിന് വാടക നൽകിക്കൊണ്ട് മലയാളം ക്ലാസ് എല്ലാ ഞായറാഴ്ചയിലും 4 മണി മുതൽ 6 മണി വരെ നടക്കുന്നുണ്ട്. 23ഓളം നമ്മുടെ വാർഡിലെ കുട്ടികൾ മലയാളം പഠിക്കുന്നതിനായി ആ സ്കൂളിൽ എത്തിച്ചേരാറുണ്ട്. ആ കുട്ടികൾക്കായി മലയാളം ഭാഷ പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. അവരെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ചടങ്ങ് നടക്കുന്ന ആദരിക്കൽ ചടങ്ങാണ്. അതിന് കാരണം നമ്മൾക്കറിയാം, എല്ലാവർക്കും ഞായറാഴ്ച ഒരു ദിവസമാണ് ഫ്രീ ആയി കിട്ടുന്നത്. ആ ഞായറാഴ്ച നമ്മുടെ വാർഡിലെ കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത 4 തൊട്ട് 6 വരെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും വീട്ടിലെ എല്ലാ പണികളും തീർത്ത് അല്ലെങ്കിൽ അത് സൈഡിലേക്ക് മാറ്റിവെച്ച് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രതിഫലേച്ഛ കൂടാതെ ഇവർക്കൊന്നും കിട്ടുന്നില്ല. അവരുടെ വീട്ടിൽ നിന്നും ആ സ്കൂൾ വരെ വരുന്ന പെട്രോളിൻ്റെ കാശ് അത് ഞങ്ങൾ ആരും കൊടുക്കുന്നില്ല. അവർ സ്വമേധയാ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു നോബിൾ വർക്കാണ്. അതുകൊണ്ട് വാർഡ് അവരെ ആദരിച്ചേ പറ്റൂ. ആദരിക്കുന്ന ചടങ്ങിലേക്ക് നിങ്ങളുടെ എവരുടെയും അനുഭവത്തോടുകൂടി ഞാൻ കടക്കുകയാണ്. നമസ്കാരം. മലയാളം മിഷൻ ടീച്ചേഴ്സിനെ ആദരിക്കുന്നതിനായി വാർഡ് പ്രസിഡന്റ് ശ്രീ മധുസൂദൻ സാറിന് താങ്ക് യു. ശ്രീമതി പത്മനി രഘുനാഥ്. ശ്രീമതി കലാമേനോൻ. ശ്രീമതി സൂസൻ സിബു തോമസ്. അടുത്തതായി മലയാളം മിഷൻ ടീച്ചേഴ്സിനെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാർഡിൻ്റെ സ്ത്രീ ശക്തി കൺവീനറായ ജയ മേഡത്തിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ജയ നാരായണൻ. അടുത്ത നമ്മുടെ ടീച്ചർ ശ്രീമതി ബിന്ദു ബാലകൃഷ്ണൻ.
ഒന്ന് കൈയടിക്കും പ്ലീസ്. ഒരു പ്രതിഫലേച്ഛ കൂടാതെ എല്ലാ ഞായറാഴ്ചയും അവർ ചെയ്യുന്ന ഒരു പുണ്യ പ്രവൃത്തിയാണ്. അതിനെ നമ്മൾ ആദരിച്ചേ മതിയാവും. അടുത്തത് ചിത്രരേഖ, ശ്രീമതി ചിത്രരേഖ. ശ്രീമതി ചിത്രരേഖ സുഗതൻ. വലിയൊരു കൈയടി പ്ലീസ്. താങ്ക് യു വെരി മച്ച്. I also request Zonal Manager of Kalyan Jewellers, Shani Darji. Mr. Shani Darji, kindly come forward. കല്യാൺ ജ്വല്ലേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഷാനി ദർജി. Thank you very much, sir, for your kind and timely help. Next, Equitas Bank. I request all the team of Equitas Bank Mr. Tapan Mahadevia. He represents Capricorn Mindframe. I request Suresh ji to present a bouquet. Thank you very much, sir. Thank you. ഇന്നത്തെ നമ്മുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് കുടിവെള്ളം സ്പോൺസർ ചെയ്തിരിക്കുന്നത് Now I request Sri Jose Matthew to present a bouquet to the team Equitas. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിനായി കുടിവെള്ളം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കമ്പനിയാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിനുള്ള നിർണയ അവാർഡിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു വെരി മച്ച്, സർ. താങ്ക് യു. അടുത്തതായി മലബാർ ഗോൾഡ് ആൻഡ് റിക്വസ്റ്റ് ശ്രീ സുരേഷ്, അവർ ആർട്ട് സെക്രട്ടറി, ടു പ്രസന്റ് എ ബുക്ക്. Thank you very much for your kind help. നമ്മുടെ ജോയിന്റ് ആർട്ട് സെക്രട്ടറിയായ ശ്രീ മനോജ്. ലക്കി ഡ്രോ വിന്നേഴ്സ്. അഖിൽ എം നായർ. അഖിൽ എം നായർ വേദിയിൽ ഈ സ്റ്റേജ് ഹാളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. അഖിൽ എം നായർ. നെക്സ്റ്റ് വിന്നർ, ലക്കി ഡ്രോ വിന്നർ അഖിൽ എം നായർ. പ്ലീസ് കം ഫോർവേഡ്. അഖിൽ എം നായർ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലക്കി ഡ്രോ വിന്നറായ അഖിൽ എം നായർ ഈ ഹാളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്റ്റേജിൽ വന്ന് സമ്മാനം സ്വീകരിക്കേണ്ടതാണ്. ഡോക്ടർ അജിത വി പിള്ളൈ. ഡോക്ടർ അജിത പിള്ളൈ.
നെക്സ്റ്റ് വിന്നർ ലക്കി ഡ്രോ വിന്നർ ഡോക്ടർ അജിത പിള്ളൈ. ശ്രീമതി അജിത പിള്ളൈ ഈ ഹാളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന സമ്മാനം കൈപ്പറ്റുന്നതിനായി ശ്രീമതി അജിത പിള്ളൈ ഹാളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. ഡോക്ടർ അജിത പിള്ളൈ. ധനലക്ഷ്മി. ധനലക്ഷ്മി മുഴുവൻ പേരൊന്ന് പറയൂ. ധനലക്ഷ്മി. അടുത്ത ലക്കി ഡ്രോ വിന്നർ ധനലക്ഷ്മിയാണ്. ഹാളിൽ എവിടെയെങ്കിലും ധനലക്ഷ്മി എന്ന വ്യക്തി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന സമ്മാനം കൈപ്പറ്റുന്നതിനായി ധനലക്ഷ്മി ചേച്ചി സ്റ്റേജിലെത്തിയിട്ടുണ്ട്. സമ്മാനം കൈമാറുന്നതിനായി സ്ത്രീശക്തി കൺവീനർ ശ്രീമതി ജയ നാരായണനെ ക്ഷണിക്കുന്നു. ശ്രീമതി ജയ നാരായണൻ നമ്മുടെ വാർഡിലെ സ്ത്രീശക്തി കൺവീനർ ശ്രീമതി ജയ നാരായണനെ ക്ഷണിക്കുന്നു. Thank you. മനു പിള്ളൈ. മനു പിള്ളൈ. അടുത്ത മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലക്കി ഡ്രോ വിന്നർ മിസ്റ്റർ മനു പിള്ളൈ ഈ ഹാളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മനു പിള്ളയുടെ അഭാവത്തിൽ മനു പിള്ള സദ്യ വിളമ്പുന്ന തിരക്കിലായിരിക്കും. മനു പിള്ളയുടെ അഭാവത്തിൽ ശ്രീമതി മനു പിള്ളൈ ദിവ്യ മനു പിള്ളൈ ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതാണ്. ചെറിയ സമ്മാനങ്ങൾ ആദ്യം കൊടുത്ത് ഇനിയുള്ളതൊക്കെ വരുമ്പോൾ 2 പോകണം. നാരായണനെ ക്ഷണിക്കുന്നു. ബോബി ബാലൻ ഈ ഹാളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്റ്റേജിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലക്കി ഡ്രോ വിന്നറായ ബോബി ബാലൻ പ്ലീസ് കം ഫോർവേഡ് ടു ആക്സെപ്റ്റ് ദി ഹലോ ബോബി ബാലൻ. നെക്സ്റ്റ് ജോൺ മാത്യു. മിസ്റ്റർ ജോൺ മാത്യു. അടുത്ത ലക്കി ഡ്രോ വിന്നറാണ് മിസ്റ്റർ ജോൺ മാത്യു. ഉടൻ തന്നെ സ്റ്റേജിൽ വന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന സമ്മാനം കൈപ്പറ്റേണ്ടതാണ്. മിസ്റ്റർ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ കൗണ്ടറിൽ നിന്നും സമ്മാനങ്ങൾ കൈപ്പറ്റുന്നതാണ്. അല്ലാത്ത പക്ഷം അവർക്ക് പിന്നീട് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്.